ഈ അർജുന ആയിങ്കെ പോലെ ഒരു ഗുണ്ടയെ ഇപ്പോഴും ചില ഇടത് പ്രൊഫൈലുകൾ ഇപ്പോഴും അവർ വലിയൊരു പിന്തുണ നൽകുന്നു. അവരെ ന്യായീകരിച്ച് അവരോടാണ് ഏത് പ്രൊഫൈലാ അല്ല, ഒരു ഇടതുപക്ഷ പ്രവർത്തകർ ഇപ്പോഴും ഏത് പ്രവർത്തകർ ഒരുപാട് പ്രവർത്തകർ ഇപ്പോഴും എം പി ജയരാജൻ പിന്നിൽ നിന്ന് കുത്തി എന്നുള്ളതാണ്. കാരണം അങ്ങനെ ഒരാള് ബന്ധമില്ലാതെയാണോ പറയുന്നത്? ഇതെല്ലാമാണോ പ്രശ്നം? അത് ആരെ നിങ്ങൾ എടുക്കുന്നപ്പോ അർജുന ആയെങ്കിൽ പറയുന്നത് അയാൾ പറയുന്ന ഈ കാര്യം കൂടി കേൾക്കണ്ടേ? അല്ല, അയാളെയാണ് നിങ്ങൾ അംഗീകരിക്കുന്നത്. എനിക്കറിയില്ല. അല്ല, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞനുസരിച്ച് അയാൾ പറയുന്നത് ഇതൊക്കെ നമ്മൾ ഒരു പോലീസ് ഇത്രയും വെല്ലുവിളിച്ചിട്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ട് പോലീസാകും. പോലീസ് ഇപ്പോഴും ചെയ്തല്ലോ, അത് നമ്മൾ അംഗീകരിക്കുക. അല്ലാതെ പിന്നെ അതുമേ കയറി വേറെ പിടിക്കേണ്ട കാര്യം. തിരുവനന്തപുരത്ത് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി തെരച്ചിൽ നടത്തുകയാണ്. ഈ വിഷയത്തിൽ ഇന്നും മുഖ്യമന്ത്രി കൃത്യമായിട്ട് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അതിനൊരു ഉത്തരം നൽകുന്നില്ല. പക്ഷേ മുഖ്യമന്ത്രി പറയുന്നത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഒരുപാട് പേരെ കാണാതായിട്ടുണ്ട്. 148 പേരാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കടലിൽ കാണാതായത്. അങ്ങനത്തെ മറുപടികളൊക്കെയാണ്. അത് വളരെ നിരുത്തരവാദപരമായിട്ടാണ്. ഇപ്പം നിങ്ങൾ തന്നെ ചിലർക്ക് ഇങ്ങനെ ചില സംഭവം കിട്ടിയോണ്ട് ഇതൊക്കെ ഒന്ന് മാറിക്കിട്ടുന്ന സന്തോഷമുണ്ടെന്നല്ലാതെ നാം കാണേണ്ടത് എന്താ? ഇത്രയും നിരുത്തരവാദപരമായി യഥാർത്ഥത്തിൽ ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് തീരദേശമല്ലേ, നിങ്ങൾക്കൊക്കെ അറിയാലോ എന്ന് വെച്ചാൽ വളരെ മോശമായിട്ട് തീരദേശത്ത് താമസിക്കുന്ന മുഴുവൻ മനുഷ്യർ അധിക്ഷേപിക്കുകയല്ലേ. ഏത് സന്ദർഭത്തിലാണ് ഇതുപോലെ ഒരു അമ്മയ്ക്ക്, ഭാര്യയ്ക്ക്, കുഞ്ഞിന് എല്ലാം തന്നെ തെരുവിൽ റോട്ടിലൊക്കെ വന്നിരിക്കേണ്ട സാഹചര്യം ഉണ്ടായത്? ഏത് ഘട്ടത്തിലാണ്? നേരത്തെ കഴിഞ്ഞ ഗവൺമെൻറ് ഘട്ടത്തിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ പല സംഘടനകളും വല്ലാതെ പ്രശ്നത്തിലേക്ക് വന്നേനെ. പിന്നെ അവരെല്ലാം ഇതൊന്നും രാഷ്ട്രീയം വേണ്ട എന്നിപ്പോൾ തീരുമാനിച്ച് മിതത്വം പാലിച്ച് ഇറങ്ങിയത് കൊണ്ടും ഇത് സ്വകാര്യ കാര്യമായി ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്നൊക്കെ വന്ന് അഭ്യർത്ഥിക്കുന്നത് കൊണ്ടും അത്രയും വരുന്നില്ലായ്മുള്ളൂ. നാം കാണേണ്ടത് ഏകോപനത്തിൽ ഇത്രയും പരാജയപ്പെട്ടൊരു കാലം ഉണ്ടായിട്ടുണ്ടോ? ഇത് അത്രയും നേരത്തെ ഊക്കി പോലെ അത്രയും വലിയ ദുരന്തമല്ലല്ലോ. അവരകത്ത് ആ കുടുംബത്തെ പോലും വിശ്വാസത്തിലെടുക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഇത് രാഷ്ട്രീയ പ്രശ്നമല്ലല്ലോ. എല്ലാവരെയും ഒന്നിച്ച് കൊണ്ടുപോയി ഇത്തരം ഘട്ടങ്ങൾ പ്രവർത്തിക്കേണ്ട ഒരു സംവിധാനം പ്രവർത്തിച്ചിട്ടില്ല. ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇത്രയും നിരുത്തരവാദപരമായ ഒരു ഗവൺമെൻറ്റിന് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുന്നു? ഒരു തരത്തിൽ ഏകോപനം ഉണ്ടായിട്ടില്ല. അപ്പോൾ മത്സ്യത്തൊഴിലാളികൾ, അവർ പല സ്ഥലങ്ങളിലുള്ള ആളുകൾ ഇത്രയും വേദനാജനകമായ ഒരു അനുഭവം കുടുംബത്തിലുണ്ടായിട്ട് തെരുവിൽ വന്ന് ആ സമയത്ത് കുത്തിരിക്കേണ്ട ഒരു സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. യഥാർത്ഥത്തിൽ അത് അർഹിക്കുന്ന അത്രയും വേഗതയിൽ എത്തിയിട്ടില്ല എന്ന് മാത്രമേ കാണേണ്ടത്. അങ്ങേയറ്റം നിരുത്തരവാദപരമായിട്ടാണ് ഈ പ്രശ്നത്തെ ഈ ഗവൺമെൻറ് കൈകാര്യം ചെയ്തത്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് നൽകുന്നതിൽ ഒരു കുറവ് വരുത്തിയതിൽ CPM പ്രതിഷേധിച്ചു. പക്ഷേ ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഈ മുഖ്യമന്ത്രി തീരദേശത്തെ അധിക്ഷേപിച്ചത്, അല്ലെങ്കിൽ CP ജോൺ ഈ വനിതകളെ അധിക്ഷേപിച്ചു, ആ കാര്യങ്ങളിലൊന്നും CPM ഒരു വലിയ രീതിയിലുള്ള പ്രതിഷേധമായി മുന്നോട്ട് പോകുന്നില്ല. അത് എന്തുകൊണ്ടാണ്? CPM പാർട്ടി ഒരു പ്രതിഷേധമായിട്ട് മുന്നോട്ട് പോകാത്തത് എന്തുകൊണ്ടാണ് ശരിക്കും? അത് ഇപ്പം നമ്മൾ പ്രതിഷേധത്തിൻ്റെ ചില ഭാഗങ്ങൾ വന്നല്ലോ. ഈ തദ്ദേശ ഫണ്ട് കൃത്യമായി കൊടുക്കാത്തതിൽ മാത്രമേ പ്രതിഷേധം നടന്നു, എല്ലാ ഏരിയ കേന്ദ്രങ്ങളും നടന്നു എന്നല്ലാതെ ഇത്തരത്തിൽ അധിക്ഷേപങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ഒരു പ്രതിഷേധം CPM തയ്യാറാവുന്നില്ല എന്നൊരു വിമർശനം. അങ്ങനെ ആരും വിമർശനം ഉന്നയിക്കാൻ തോന്നില്ല. കാരണം ഇപ്പോൾ ഈ CP ജോണിൻ്റെ പരാമർശത്തിനെതിരെ അപ്പം തന്നെ ശക്തമായ പ്രതിഷേധം വന്നല്ലോ. ആ പ്രതിഷേധത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ അദ്ദേഹം തന്നെ പരസ്യമായി വന്ന് ഖേദം പ്രകടിപ്പിച്ചത്. അതിൻ്റെ കൂടി ഭാഗമായിക്കൊണ്ടാണല്ലോ. അതുപോലെ ഇപ്പോൾ മത്സ്യത്തൊഴിലാളി സംഘടന ശക്തമായ പ്രതിഷേധ രംഗത്ത് വന്നു. ഈ ഘട്ടത്തിൽ ഞങ്ങൾ എന്താ ചെയ്യുന്നത്? ഞങ്ങൾ ചെയ്യുന്നത് ഈ പ്രകൃതി ദുരന്തം, കനത്ത മഴ, വെള്ളക്കെട്ട്, കടലിൽ ആളുകൾ പോകുന്നു, ആ ഘട്ടത്തിൽ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുക. അതോടൊപ്പം തന്നെ ഞങ്ങളാൽ ഇവർ ഏകോപനം ഇല്ലെങ്കിൽ പോലും പാർട്ടി, വർഗബഹുജന സംഘടനകൾ, ഇവരെല്ലാവരും ഈ പ്രവർത്തനങ്ങളിൽ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായിട്ടും രംഗത്തിറങ്ങുക എന്നതാണ് സ്വീകരിച്ചിട്ടുള്ളത്. അല്ലാതെ ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ സ്വാഭാവികമായും വളരെ ഗൗരവമായ പ്രശ്നം നിലയിൽ അവർ പ്രതിഷേധം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഏകോപനമില്ലെങ്കിൽ പോലും പാർട്ടിയും സംഘടനകൾ എല്ലാവരും ഒരേപോലെ ഇറങ്ങി ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ, ക്യാമ്പുകളിൽ എല്ലാവിധത്തിലുള്ള സഹായങ്ങൾ ചെയ്യുക എന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്.